Hi friends, welcome to my channel. അപ്പോൾ നമുക്കിന്ന് ബ്ലൗസിന്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. ഇവിടെ ഫുൾ ക്രോസിൽ ഇവിടെ നമ്മുടെ ബാക്ക് പാർട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് എപ്പോഴും സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് 1/4 ഇഞ്ച് എക്സ്ട്രാ ലൈൻ കൊടുക്കാം. നമുക്ക് ഹുക്ക് വെക്കാനായിട്ടാണ് ഇവിടെ 1/4 ഇഞ്ച് എക്സ്ട്രാ ലൈൻ കൊടുത്തത്. ഇവിടെ ഫ്രണ്ട് നെക്ക് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 6 ഇഞ്ച് കിട്ടും. ഇതുപോലെ ക്ലിയർ ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക. ബിഗിനേഴ്സ് കൈകൊണ്ട് വരച്ചാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസും കിട്ടില്ല. നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. പ്ലസ് 3 ഇഞ്ച് അതിൻ്റെ ഹൈറ്റ് കൊടുക്കാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതൊക്കെ ക്ലിയർ ആയല്ലോ. നമുക്ക് ഇതിലൂടെ ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരച്ചു കൊടുത്തു. ടെക്കിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ, ഇതാണ് ചെസ്റ്റ് ലൈൻ, ഇത് ബസ്റ്റ് ലൈൻ, ഇത് അണ്ടർ ബസ്റ്റ് ലൈൻ. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമുക്ക് ടെക്ക് വരയ്ക്കാം. അപ്പോൾ ടെക്ക് വരയ്ക്കുന്നതിന് മുന്നേ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 36 ചെസ്റ്റിന് നമ്മൾ 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് നമ്മളിവിടെ ലൂസ് കൊടുക്കുന്നുണ്ട്. ഈ 3/4 ഇഞ്ച് മതി എന്നുള്ളവർക്ക് 3/4 ഇഞ്ച് ലൂസ് കൊടുക്കാം. അപ്പോൾ ഞാൻ 9 പ്ലസ് 1 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ബസ്റ്റ് ലൈനിൽ നമ്മൾ ബസ്റ്റ് സൈസാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ബസ്റ്റിൻ്റെ എല്ലാ സൈസ് വ്യത്യാസങ്ങളും മാർക്ക് ചെയ്യുന്നത് ഈ ബസ്റ്റ് ലൈനിലാണ്. അപ്പോൾ നമുക്ക് 38 ബസ്റ്റ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം 9.5 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് ലൂസ്. 9.5 10.5. ഈ 2 മാർക്കിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക.
അപ്പോൾ നമുക്ക് വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ച് കഴിച്ചിട്ട് ഇവിടെ എത്ര കിട്ടുന്നോ അതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 7.5 ഇഞ്ച് കഴിച്ച് നമുക്ക് ഒരു 3.25 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിഡ്ത്തായിട്ട് എടുക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ടെക്ക് മാർക്ക് ചെയ്യാം. ബസ്റ്റ് ലൈനിൻ്റെ മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് ടെക്ക് എടുക്കുക. ഇവിടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ എടുക്കുക. ഇപ്പോൾ പ്രായമുള്ളവരെന്ന് വെച്ചാൽ 1.5 ഇഞ്ചൊക്കെ ഡിസ്റ്റൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമുക്ക് 1 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്താൽ മതിയാവും. കാലിഞ്ച് ഇനി ആം ഹോൾ ടെക്ക് 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് എടുക്കാം. ഇവിടെയും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അണ്ടർ ബസ്റ്റ് ലൈനിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ ബാക്ക് സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ക്രോസായിട്ടൊരു ലൈൻ കൊടുക്കാം. ഇവിടെ നിന്നും നമുക്ക് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. നല്ല ഡീപ്പായിട്ട് ഫ്രണ്ട് നെക്ക് വരയ്ക്കാം. എല്ലാ ടെക്സൊക്കെ പിടിച്ച് വരുമ്പോൾ ഫ്രണ്ട് നെക്ക് വി ഷേപ്പിലായി പോവും. അപ്പോൾ നല്ല ഡീപ്പിൽ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ട് വരച്ച് കഴിഞ്ഞു. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സ്ട്രാ 1.5 ഇഞ്ചോടെ സീം എലമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.